ഹലോ ഫ്രണ്ട്സ്, എയർ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഓരോന്ന് ചെയ്യുമല്ലേ, പക്ഷേ അതെല്ലാം നല്ലതുപോലെ നടക്കണമെന്നില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് വരുന്നത്. അതുപോലൊരു ട്രിപ്പാണിത്. ഞങ്ങൾ ഒത്തിരി നാളായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് സമയത്തിന് പോകാനോ ഒന്നും കഴിഞ്ഞില്ല. ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് മൂന്നാറിലേക്കുള്ള ഒരു യാത്രയിലാണ്. വേനൽ സമയത്ത് മൂന്നാർ കാണാൻ വേറൊരു ഭംഗി തന്നെയാണ്. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി കൊച്ചി, മധുരൈ, ധനുഷ്കോടി ആ വഴിയാണ്. മൂന്നാറിലേക്കുള്ള വഴികളിലെല്ലാം റോഡ് പണി നടക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ അതിന്റെ ഒരു വീഡിയോ ഇട്ടു അതിന്റെ പഴയ വീടിന്റെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പാമ്പിനെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് വെച്ച വീടായിരുന്നേ. മണ്ണ് വെച്ചുകൊണ്ട് തുടങ്ങി അത് മണ്ണ് കുഴച്ച് മണ്ണിങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഓലമെഞ്ഞ വീടായിരുന്നു. പിന്നെ റോഡിട്ട് ഓക്കെ. അപ്പൊ 2 റൂമേ ഉള്ളൂ, ഒരു അടുക്കള, ഒരു റൂം, പിന്നെ ഒരു വരാന്ത. പിന്നീട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ അവിടെ പ്രാവശ്യം ഞാനിങ്ങനെ ബാലരമയൊക്കെ വായിച്ചു. പിന്നെ നല്ല കേട്ടോ, ബാലരമയൊക്കെ വായിച്ചിരിക്കുക. വീട്ടിൽ ബാലരമയൊന്നും ഇല്ല, അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന്റെ ബാലരമ വായിച്ചിട്ടുണ്ടെന്ന് വായിക്കാം. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ അതിലൊരു പാമ്പിന്റെ കഥയുള്ള ഒരു സ്റ്റോറിയുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിങ്ങനെ വായിച്ചിട്ട് മുന്നോട്ട് കഴിയുമ്പോൾ ഒരു പാമ്പിരിക്കുമ്പോൾ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും. ഒന്നുകൂടെ നോക്കിയിട്ട് ഒന്ന് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛോ പാമ്പ്. അച്ഛൻ പാമ്പെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കട്ടലിന്റെ മുകളിലായിട്ട് ഭിത്തിയിൽ ഈ മണ്ണ് വെച്ച വീടല്ലേ, ഈ മണ്ണ് വെച്ച വീട്ടില് ഇടയ്ക്ക് ഈ മണ്ണിന്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഉരുട്ടി വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു പാമ്പ് അതിൽ കറാതെ നല്ല പോളിഷ് ചെയ്തതുപോലെ പാമ്പും അതിന്റെ ഇടയ്ക്കെല്ലാം വരയിട്ട് വെള്ളം വരയിട്ട ഒരു പാമ്പ്. ശംഖുവരേനാണോ എന്താണെന്ന് അറിയില്ല. പിന്നീട് അച്ഛൻ അതിനെ ചുരുട്ടിക്കൊണ്ട് വരണുണ്ട് ഒരു കമ്പില്. എന്നിട്ട് അവൻ അപ്പുറത്ത് മണിയമ്മന്റെ അപ്പുറത്തെ പെരയിടത്തിൽ കൊണ്ട് കുഴിച്ചു. ചുരുണ്ടല്ലടാ, അവസാനം അടിച്ചവനെ അവന്റെ തലയൊക്കെ ശരിയാക്കി അവനെ കൊണ്ടുവിട്ടു. പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മളെ വീട്ടില് പെരയിടത്തിൽ നമ്മൾ പണ്ട് ചേന നട്ടിട്ടുണ്ടായിരുന്നു. ചേന, ചേമ്പ് ഇതൊക്കെയാണ് പണ്ട്. ഇപ്പോഴല്ലേ പന്നിയൊക്കെ ഇറങ്ങി. ചേനയുടെ പൂവ് ഒരു അടിപൊളിയായിട്ട് കാണാനായിട്ട്. ഇത് മണമൊന്നും. അങ്ങനെ ആ സമയത്ത് മണ്ണ് കിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു കുഞ്ഞിനെ കിട്ടും. ഒരു ചെറിയ കുഞ്ഞായിട്ട് കിളയ്ക്കുന്നിടത്ത് അത്ര ഇത് തന്നെ. ഞാൻ ഈ ആൾക്കാർ ഈ നല്ല തണുപ്പിടം തുറച്ചിട്ടില്ലേ കുട്ടികളെ സ്കൂളിൽ കുട്ടിയെ പോലെ വന്നേ. തണുപ്പിടം സ്കൂൾ കുട്ടിയെ പോലെ വന്നിട്ട് റിസോർട്ട് വന്നിട്ട് ഇത് ചൂടുണ്ടെങ്കിൽ കയറ്റി വെക്കാം, തണുപ്പുണ്ടെങ്കിൽ ഇറക്കിയിടാം. അയ്യോ ഒരുത്ത വരുന്നു. സഞ്ജയില്ലടാ എനിക്ക് കല്യാണം കഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്പ്രിങ് മുടിയൊക്കെ ഉള്ള ഒരു കൊച്ചിനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം പണ്ടെന്ന് ജനീലിയൊക്കെ കണ്ടിട്ടേ, ജനീലിയുടെ മറ്റേ സന്തോഷ് സുബ്രഹ്മണ്യം അതില്ലേ ആ സിനിമയിലാ. അത് ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് അവളെ കണ്ടിട്ട് ആ ഒരു ഞാനും അതുപോലെ ചെയ്തില്ല. അവസാനം ചുരുണ്ട മുടിയുള്ള പെണ്ണെ കിട്ടിയില്ല, അവസാനം ചുരുണ്ട മുടിയുള്ള മോളെ കിട്ടി. പോകുന്ന വഴിയിലൊക്കെ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം. മൂന്നാറിലേക്ക് അടുക്കും തോറും കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളായിരുന്നു ചുറ്റും. അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു.
കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാജാക്കാട് എന്ന സ്ഥലത്തേക്കാണ്. ഇന്ന് ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും ഭംഗികളും നിറഞ്ഞ കാഴ്ചകളുമായി അടുത്ത വ്ളോഗിൽ ഞങ്ങൾ വരുന്നതാണ്.